ഹായ് ഓൾ. നമുക്കറിയാം കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ എക്സാമിനേഷന്റെ ഡേറ്റ് വന്നിരിക്കുകയാണ്. ഡേറ്റ് വരുന്നത് 14/8/2026 അതിനോടൊപ്പം തന്നെ കൺഫർമേഷൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ടൈം കൂടി വന്നിരിക്കുകയാണ്. അതായത് 25-ാം തീയതി തുടങ്ങി, ഓൾറെഡി ദിവസം കഴിഞ്ഞു. ആ ദിവസം മുതൽ 25-ാം തീയതി മുതൽ 11-ാം തീയതി വരെയാണ് നമുക്ക് കൺഫർമേഷൻ കൊടുക്കേണ്ടത്. നിങ്ങൾ ആരും തന്നെ കൺഫർമേഷൻ കൊടുക്കാൻ വിട്ടുപോകരുത്. കൺഫർമേഷൻ കൊടുക്കാതിരുന്നാൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് തന്നെയാണെങ്കിലും എത്രയും പെട്ടെന്ന് ഈ ഒരു കൺഫർമേഷൻ നൽകാൻ ശ്രമിക്കുക. ഈ കൺഫർമേഷൻ ഒപ്പവും വന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന്റെ സിലബസ് പുറത്തു വന്നിരുന്നു ഔദ്യോഗികമായിട്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സിലബസിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. പഴയ അതേ സിലബസ് തന്നെയാണ് ഇപ്പോഴും കേരള PSC മുമ്പോട്ട് കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ മുമ്പിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇനി ഏതാണ്ട് 75 ദിവസങ്ങളാണ്. അപ്പൊ ഈ 75 ദിവസം കൊണ്ട് നമുക്ക് ഇനി പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് സിലബസ്. ഇപ്പോൾ നന്നായിട്ട് പഠിച്ച ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരിക്കും, പഠിക്കാൻ തുടങ്ങുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരിക്കും. ഈ അവസാന സമയങ്ങളിലെ പഠനമാണ് എപ്പോഴും നമ്മളെ കൃത്യമായിട്ട് റാങ്കിലേക്ക് എത്തിക്കുന്നത്. അതിൽ ചിലവരുടെ ഹാർഡ് വർക്ക് ചെയ്യുന്നവരുണ്ടാവും, ചിലർ സ്മാർട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഏത് രീതിയിൽ പഠിച്ചാലും ആത്യന്തികമായിട്ട് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുക, അതും മികച്ച റാങ്കിൽ ഉൾപ്പെടുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ടാർഗറ്റ് ആണ്. അപ്പോൾ അതിനുള്ള പഠന മാതൃക നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. അപ്പോൾ ഇനിയുള്ള സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം പല സക്സസേഴ്സും അവരുടെ പഠന മാതൃക നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ പഠിച്ച് എക്സാമിനേഷന്റെ ടോപ്പേഴ്സ് ആയിട്ടുള്ളതാണ്. അപ്പം ഇനിയുള്ള 75 ദിവസം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിൽ ക്രാക്ക് ചെയ്യുവാനുള്ള മതിയായ ടൈം തന്നെയാണ്. അത് സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ യൂസ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ വീഡിയോ ബേസ്ഡ് ക്ലാസ്സുകൾ, അതിൽ തന്നെ മുൻവർഷ ചോദ്യ പേപ്പറുകളെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങൾ, അതിൽ തന്നെ മോഡൽ ക്വസ്റ്റ്യനുകൾ, ഇവയൊക്കെ ചെയ്തു പോകുമ്പോൾ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് നമ്മൾ പഠിക്കുന്നതിലുപരി നമ്മൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള ഒരു സ്കില്ല് നമുക്ക് ഉണ്ടാക്കാൻ ഇനിയുള്ള സമയങ്ങൾ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ പഠിച്ചിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ, പഠിച്ചു തുടങ്ങുന്ന ഉദ്യോഗാർത്ഥികൾ, ഇതിനോടകം പഠിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, ഇവരുടെ എല്ലാം പഠന മാതൃകയിൽ അൾട്ടിമേറ്റ് ആയിട്ട് വരുന്ന ഒരു 75 ദിവസങ്ങളാണ് ഇനിയുള്ളത്. അവിടെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മുൻവർഷ ചോദ്യ പേപ്പറുകൾ വർക്ക്ഔട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ നമ്മൾ തന്നിട്ടുള്ള PPT നോട്ടുകൾ, ഇവയൊക്കെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് വെയിറ്റേജ് അറിഞ്ഞ്, ഓരോ മേഖലയ്ക്കും കൊടുത്തിരിക്കുന്ന വെയിറ്റേജ് അറിഞ്ഞ് അവിടെ കൂടുതൽ സമയം ഫോക്കസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് ഏണസ്റ്റ് അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു വെബിനാർ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഈ വെബിനാർ വരുന്നത് മെയ് 28-ാം തീയതി വൈകുന്നേരം 7:30-ക്കാണ്. അപ്പോൾ ഈ ഒരു വെബിനാറിൽ ഇതിനകത്തുള്ള ഡീറ്റെയിൽഡ് സിലബസും അതിന്റെ വെയിറ്റേജും ഈ ഓരോ മേഖലയ്ക്കും നിങ്ങൾ കൊടുക്കേണ്ടുന്ന മാർക്കുകളും മുൻവർഷ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള പാറ്റേണും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒപ്പം തന്നെ ഇപ്പോൾ നടക്കുന്ന ഇതേ നിലവാരമുള്ള പരീക്ഷകൾ ചോദിക്കുന്ന പാറ്റേണുകളും നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്രാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും. അതായത് നിങ്ങൾ ഒരു വെബിനാറിൽ പങ്കെടുക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ പഠനത്തിൽ ഒരു ശരാശരി മാർക്കിലേക്ക് നോർമൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എത്താനും ഈ ഒരു പാറ്റേൺ അനുസരിച്ച് നിങ്ങൾ പഠിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനും പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ വെബിനാർ നിങ്ങൾക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വെബിനാറിൽ പങ്കെടുക്കാനായിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ നോക്കാം. ഇതിന്റെ സിലബസിലേക്ക് നോക്കുമ്പോൾ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി 15 മാർക്ക് തന്നെ വരുന്നുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസത്തിന് 5 മാർക്കാണ് വരുന്നത്. ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റം 5 മാർക്കാണ് വരുന്നത്. മെഷർമെന്റ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് 5 മാർക്കാണ് വരുന്നത്. സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ്, ബാറ്ററീസ് ആൻഡ് സോളാർ സെൽസ് 5 മാർക്കാണ് വരുന്നത്. വയറിംഗ് അക്സസറീസ് 5 മാർക്കാണ് വരുന്നത്. DC മെഷീൻസ് 5 മാർക്കാണ്. AC മെഷീൻസ് 5 മാർക്കാണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് 5 മാർക്കാണ്. പവർ ഇലക്ട്രോണിക്സ് 5 മാർക്കാണ്. പമ്പ് ആൻഡ് ഫാസ്റ്റനിങ്സിന് 10 മാർക്ക്. IC എഞ്ചിൻ 10 മാർക്ക്. പവർ ട്രാൻസ്മിഷൻ 10 മാർക്ക്. ഫ്ലൂയിഡ് വാൽവ്സ് അതിന് 10 മാർക്ക്. അപ്പൊ നമുക്ക് ഓരോ മേഖലയിലെയും വെയിറ്റേജ് അറിഞ്ഞു തന്നെയാണ് പഠിക്കേണ്ടത്. ഒപ്പം തന്നെ ഈ മാർക്ക് കുറഞ്ഞ ഭാഗങ്ങൾ എങ്ങനെ സ്മാർട്ട് വർക്കിലൂടെ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം തുടങ്ങിയ എല്ലാ വിഷയങ്ങളും നമ്മൾ ഈ ഒരു വെബിനാറിൽ കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു വെബിനാറിൽ നേരിട്ട് പങ്കെടുക്കണം. നേരിട്ട് പങ്കെടുക്കുമ്പോൾ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന സംശയങ്ങൾ വ്യത്യസ്ത തലത്തിലുള്ളതായതുകൊണ്ട് തന്നെ നേരിട്ട് എഡ്യൂക്കേറ്ററോട് ചോദിച്ച് നിങ്ങൾക്കത് കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്ത് പോകാൻ കഴിയും. അതിനുള്ള ഒരു സുവർണ്ണ അവസരമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. മറക്കണ്ട, വെബിനാറിൽ പങ്കെടുക്കുന്നതിനായിട്ട് താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനി മറ്റൊരു കാര്യം പറയുന്നത് പറഞ്ഞാൽ, ഇനിയുള്ള 75 ദിവസത്തെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ കോഴ്സുകൾ ചിട്ടപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ അവസാന ലാപ്പിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും കൃത്യമായിട്ട് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ കോഴ്സുകൾ പുതിയ രീതിയിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന്, ഈ കോഴ്സിന്റെ വിശദവിവരങ്ങൾ അറിയാനും ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മറക്കേണ്ടതില്ല, ഇനിയുള്ള 75 ദിവസങ്ങൾ നിങ്ങൾക്ക് സർക്കാർ ജോലിയിലേക്ക് വരുവാനുള്ള സുവർണ്ണ അവസരമാണ്. നിയമന സാധ്യതകൾ ഏറെയുള്ളൊരു തസ്തികയാണ് ടെക്നിക്കൽ പോസ്റ്റ്. ഒരുപക്ഷെ ഇത്രയധികം നിയമനങ്ങൾ നടത്തുന്ന മറ്റൊരു പോസ്റ്റ് ഇല്ലെന്ന് ഓർക്കണം. അപ്പൊ എല്ലാവർക്കും ഈ ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.